പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജൈനീസ് മീഡിയയിലൂടെ കഴിഞ്ഞ ഒക്ടോബർ മാസം 1 തീയതി മുതൽ 31 തീയതി വരെ എൻ്റെ ഒരു എളിയ ധ്യാന ശുശ്രൂഷ ഈ മീഡിയയിലൂടെ വന്നിരുന്നു. അത് ശ്രവിച്ച ഒത്തിരി മക്കൾ എന്നെ വിളിക്കാനും ഒത്തിരി പേർക്ക് പ്രാർത്ഥന നടത്തി കൊടുക്കാനൊക്കെ സാധിച്ചു. പല രാജ്യങ്ങളിൽ നിന്ന് ആ വിളികളുണ്ടായി. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കുവാൻ അരുളി ചെയ്ത ഈശോ, ഇങ്ങനെ ഒരു അവസരം ദൈവം തന്നതുകൊണ്ട് ഈ മീഡിയയിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്ന 4 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അത്രയും പേർക്ക് ദൈവത്തിൻ്റെ വചനം ഏറ്റവും എളിയ രീതിയിൽ പങ്കുവെച്ചു കൊടുക്കുവാൻ ഈ എന്നെ അനുവദിച്ചതിന് ഞാൻ നന്ദി പറയാണ്. കർത്താവെ, 1990 കുരീച്ചിറ പള്ളിയിൽ വെച്ച്, തൃശ്ശൂർ കുരീച്ചിറ പള്ളിയിൽ വെച്ച് ബഹുമാനപ്പെട്ട നായ്ക്കമ്പറമ്പിലച്ഛൻ്റെ ഒരു കൺവെൻഷനിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ് ഞാൻ. ബൈബിൾ കേട്ടിട്ടില്ല, ബൈബിൾ കണ്ടിട്ടില്ല. എൻ്റെ 33-ാമത്തെ വയസ്സിലാണ് ഞാൻ വചനം കേൾക്കുന്നത്. ആ വചനം ആണ് എന്നെ ഈ ശുശ്രൂഷയിലേക്ക് കഴിഞ്ഞ 37 വർഷമായിട്ട് എന്നെ വഴി നടത്തിയത്. നന്ദി പറയാണ് ദൈവത്തിന്. ഒരു യോഗ്യതയും എനിക്കില്ല. അപ്പോൾ ഇന്ന് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് നമുക്ക് ഗുണം കിട്ടുന്ന കാര്യമാണ്. ദശാംശം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഷയമാണ്. ദശാംശത്തെ കുറിച്ച് പറയാന്ന് പറഞ്ഞാൽ, തൃശ്ശൂർ രൂപതയിൽ 90 മുതൽ ഞാൻ വചനം പങ്കുവയ്ക്കാൻ തുടങ്ങിയതാണ്. 90 മുതൽ. ശരിക്ക് ഞാൻ 90 ധ്യാനം കൂടിക്കൊണ്ടിരിക്കുക. ജനുവരി 21, 22, 23, 24, 25 തീയതിയിലാണ് ഞാൻ ധ്യാനിച്ചുകൊണ്ടിരുന്നത്, ആദ്യമായിട്ട് ധ്യാനം കൂടുന്നത്. ആ ധ്യാനം കൂടാൻ എനിക്ക് ദൈവം ഭാഗ്യം തന്നത് 17 വർഷക്കാലം ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത ആളാണ്. ആ ജോലി നിസ്സാര കാരണത്തിന്റെ പേരിൽ ഞാനും മുതലാളിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഞാൻ ജോലി രാജിവെച്ച് ഇറങ്ങി. ആ ജോലി രാജിവെച്ച് ഇറങ്ങിയപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ധ്യാനത്തിൽ സംബന്ധിക്കാനായിട്ട് സാധ്യമായത്. അന്ന് അവിടെ നിൽക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ശുശ്രൂഷ ചിന്തിക്കാൻ പോലും എനിക്ക് കഴിയില്ല. അപ്പൊ ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുന്നവനാണ്. ദൈവം തിന്മയിൽ നിന്ന് പോലും നന്മ ഉളവാക്കുന്നവനാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അപ്പോ ഞാൻ ധ്യാനം കൂടിയപ്പോൾ അന്ന് ആരും ദശാംശത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ അവിടെ പറയുന്നത് സ്വസ്ത്ര കാഴ്ചയുണ്ട്, പന്തലിട്ടുണ്ട്, പിന്നെ അതുപോലെ സ്റ്റേജിന് പൈസ, അതിന് പൈസ, കുറെ കാര്യങ്ങൾക്കൊക്കെ പൈസ ചെലവുണ്ട്. ഇപ്പൊ നിങ്ങൾ സ്വസ്ത്ര കാഴ്ച ഇട്ടുള്ളൂ. എല്ലാ ദിവസവും സ്വസ്ത്ര കാഴ്ച എടുക്കാൻ ആൾക്കാരുണ്ട്. ബക്കറ്റൊക്കെ തലയിലേറ്റിട്ട് അവർ വന്നിട്ട് ബക്കറ്റൊക്കെ കൊണ്ടുപോയി എണ്ണി തിട്ടപ്പെടുത്തി അങ്ങനെയൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ദശാംശത്തെ കുറിച്ചൊന്നും അവരാരും പറഞ്ഞു കേട്ടിട്ടില്ല. പക്ഷെ പ്രിയപ്പെട്ടവരെ, എന്തോ തൃശ്ശൂർ രൂപതയില് ദശാംശത്തെ കുറിച്ച് 90 മുതൽ പറയുവാൻ കർത്താവ് എന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ പറയുന്ന കാര്യങ്ങൾ മറ്റൊരാൾ ചെയ്ത കാര്യങ്ങളോ വേറൊരു പുസ്തകത്തിൽ വായിച്ച കാര്യങ്ങളല്ല. എന്നിന്റെ ശുശ്രൂഷയിലൂടെ, എൻ്റെ ജീവിതത്തിലൂടെ ദൈവം നിറവേറ്റിയ കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. അതായത് ആത്മാവും ജീവനുമാണ് യേശുവിന്റെ വചനം. ഈശോ പറഞ്ഞില്ലേ, എൻ്റെ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവിന് ജീവൻ നൽകുന്നതാണ് ദൈവവചനമെങ്കിൽ ആ ദൈവവചനം ഈ ദാസന്റെ അധരത്തിലൂടെ സംസാരിക്കുമ്പോൾ അത് കേൾക്കുന്ന വ്യക്തികൾക്കും ആത്മാവിന് ജീവൻ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷത്തിലെ 6-ാമത്തെ അധ്യായം 38-ാമത്തെ വാക്യം, ലൂക്ക 6:38. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടു തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടുകയും ചെയ്യും. ഞാൻ ഒന്നുകൂടി ആ വചനം വായിക്കാം. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാമത്തെ വാക്യം. കൊടുക്കുവിൻ, നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടുമെന്ന് ഈശോ പറഞ്ഞേ? അമർത്തി കുലുക്കി നിറച്ചളന്ന് കർത്താവ് നിന്റെ മടിയിൽ ഇട്ടു തരും. ഇത് ദൈവവചനമാണ്. ഇത് വിശ്വസിച്ച് അത് ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് അത് നിറവേറിയിരിക്കും. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാന് വൈപ്പിൻ ഭാഗത്തുള്ള മുനമ്പം എന്ന് പറയുന്ന പള്ളിയിലെ
ധ്യാനം നടത്താനായിട്ട് 5 ദിവസത്തെ വൈകുന്നേരത്തെ ധ്യാനം 2 മണി തൊട്ട് 7 മണി വരെയുള്ള ഒരു ധ്യാനം നടത്താനായിട്ട് എന്നെ അവിടെ അച്ഛൻ വിളിച്ച് ഞാൻ അവിടെ ധ്യാനിപ്പിക്കാൻ ചെന്നു. അപ്പൊ അവിടെ മുഴുവനും ബോട്ടും മീൻപിടുത്തക്കാരും മീൻ കച്ചവടക്കാരൊക്കെയാണ്. അപ്പൊ ഞാന് അവിടെ ധ്യാനത്തില് ദശാംശത്തെ കുറിച്ച് 3-ാമത്തെ ദിവസം പാപങ്ങൾക്ക് പരിഹാര പ്രവൃത്തിയാണ് ദാനധർമ്മം ദശാംശം എന്ന് ഞാൻ അവിടെ ഒരു 1.5 മണിക്കൂർ നേരം പ്രസംഗിച്ചു. അപ്പൊ അത് വചനം കേട്ടുപോയി. അവരെ സംബന്ധിച്ച് അത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമായിരിക്കാം. പക്ഷെ അതില് ഒരു വ്യക്തിക്ക് കർത്താവ് മനസ്സ് തുറന്നു കൊടുത്തു. അങ്ങനെ ഞാൻ വിചാരിക്കണം. അവള് നല്ല തീരുമാനം എടുത്തിട്ട് ദശാംശം കൊടുക്കാനായിട്ട് തീരുമാനം എടുത്ത് വീട്ടിൽ പോയി. അവൾക്ക് 2 ഫിഷിംഗ് ബോട്ടുണ്ട്, 10-16 പണിക്കാരുണ്ട്. അപ്പൊ അവള് 5-6 മാസമായിട്ട് ഡീസൽ അടിക്കുന്നിടത്ത് കടം, ജോലിക്കാർക്ക് കൂലി കൊടുക്കാനായിട്ട് പറ്റണില്ല. ഇങ്ങനെ വളരെ ബുദ്ധിമുട്ടിലിരിക്കുമ്പോഴാണ് ധ്യാനം അവിടെ വന്നത്. അങ്ങനെ ആ സഹോദരി ഒരു തീരുമാനം എടുത്തു. ഇതുവരെ ഞാൻ മീൻ പിടിക്കാൻ പോയിട്ട് ഒരു 10 പൈസ പാവങ്ങൾക്ക് കൊടുക്കുകയോ ദശാംശം മാറ്റിവെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ ജോസ് ബ്രദറിന്റെ ക്ലാസ് കേട്ടപ്പോൾ ഞാനൊരു തീരുമാനം എടുക്കും. ഇത് അവളവിടെ സാക്ഷ്യം പറഞ്ഞ അതേപോലെ ഞാൻ പറയണം. അപ്പൊ അവള് തീരുമാനം എടുത്ത് പോയത് ഇനി മുതൽ കിട്ടുന്ന മത്സ്യത്തിന്റെ 10% മീനായിട്ടോ പണമായിട്ടോ കൊടുക്കാനായിട്ട് തീരുമാനം എടുത്തു എന്നാണ് പള്ളിയിൽ അവള് സാക്ഷ്യം പറഞ്ഞാണ്, എന്റെ ധ്യാനത്തിൽ സാക്ഷ്യം പറഞ്ഞാണ് പിറ്റേ ദിവസം വന്നിട്ട്. അങ്ങനെ അന്ന് രാത്രി കിടന്നുറങ്ങി. നേരം വെളുത്തപ്പോഴ് കഴുത്തിലെ ഒരു മുഴയുമായിട്ട് ഒരു മുഴ അത് ക്യാൻസറാണെന്ന് പറഞ്ഞ ചേട്ടൻ. അപ്പൊ 7 മണിക്ക് തന്നെ കോളിംബെല്ലടിച്ച് വാല് തുറന്നു നോക്കിയപ്പോ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അയാളുടെ കഴുത്തിലൊരു മുഴയുണ്ട്. ഇത് അമല ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ ചെയ്യണം, കാശൊന്നുമില്ല, മോളെ എന്തെങ്കിലും സഹായിക്കണം എന്ന് വന്നിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ വിശ്വസിക്കുന്നത് ഇവളെടുത്ത തീരുമാനം സത്യസന്ധമാണോ എന്നറിയാൻ വേണ്ടിയിട്ടായിരിക്കണം ഈശോ വന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈശോ ഏത് രൂപത്തിലും വരാലോ. ഈ ചെറിയവർക്ക് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ യേശുവിന് തന്നെയാണ് ചെയ്തു കൊടുത്തതെന്നാണ് വചനം പറയുന്നത്. അങ്ങനെ മുഴ കണ്ടപ്പോൾ അവൾക്ക് മനസ്സലി. പ്രത്യേകിച്ച് ധ്യാനത്തിൽ പങ്കെടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ അവൾ അകത്ത് പോയി അലമാരിയിൽ നിന്ന് ഒരു 500 രൂപ എടുത്ത് മടക്കി പിടിച്ച് ഈ ചേട്ടന് കൊടുത്തു. അപ്പൊ ഇയാള് പ്രതീക്ഷിച്ചിട്ടുണ്ടാവും ഒരു 5 10 അല്ലെങ്കിൽ മാക്സിമം ഒരു 50 അല്ലെങ്കിൽ 100, അതിന് കൂടുതലൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. അങ്ങനെ ഇയാള് തുറന്നു പോയപ്പോ 500ന്റെ ഗാന്ധി 500 രൂപയാണ്. അയാള് അതേ ചുരുട്ടി പിടിച്ചിട്ട് കൈ ഉയർത്തി കർത്താവ് നിന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞു പോയി. ഈ വാക്ക് അയാൾ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വിശ്വസിക്കുന്നത് അത് ഈശോ തന്നെയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറയാം, ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ അന്നത്തെ ദിവസം നേരം പുലർന്നപ്പോഴ് ഈ 2 ബോട്ടും പണിക്കാരെല്ലാവരും വന്ന് ബോട്ട് കൊണ്ടുപോയി മീൻ പിടിക്കാനായിട്ട്. അങ്ങനെ ഉച്ച നേരത്ത് 12 മണി നേരമായിപ്പോ അതിൽ ആദ്യത്തെ ഒരു ബോട്ട് മുനമ്പം ആ ഷിപ്പിംഗ് ഹാർബറിൽ വന്നു. അതായത് അവിടുത്തെ എന്താ പറയാ തുറമുഖം അല്ലെങ്കിൽ ഹാർബർ അവിടെ വന്നു. അതില് 1,42,000 രൂപയുടെ മീനുമായിട്ടാണ് ആ ബോട്ട് അവിടെ എത്തിച്ചേർന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. വചനം പറയാണ്, കൊടുക്കുവിൻ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടും പറഞ്ഞേ, അമർത്തി കുലുക്കി നിറച്ചളന്ന് കർത്താവ് നിന്റെ ബോട്ടിലിട്ട് തരും. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് അളന്ന് കിട്ടുകയും ചെയ്യും. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ മത്സ്യം കിട്ടിയപ്പോഴ് അന്ന് 2 മണിയുടെ ധ്യാനത്തിന് ഈ സഹോദരി വന്നിട്ട് പറയാണ്, അവിടുത്തെ വികാരിച്ചോണ്ട് പറഞ്ഞു, അച്ഛാ ഒരു സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛനോട് കാര്യം പറഞ്ഞപ്പോ അച്ഛൻ ഒരു തുണ്ട് കടലാസില് എഴുതിയിട്ട് എനിക്ക് കൊടുത്തയച്ചു ഈ സ്ത്രീയുടെ കയ്യിൽ. അപ്പൊ ഞാനത് വായിച്ചപ്പോൾ ഇവൾക്ക് ഒരു 5 മിനിറ്റ് സാക്ഷ്യം പറയാൻ അവസരം കൊടുക്കണം. അപ്പൊ സാധാരണ ധ്യാനമൊക്കെ കഴിഞ്ഞിട്ടാണ് സാക്ഷ്യം പറയുക. ഇത് ധ്യാനത്തിന്റെ 4ാമത്തെ ദിവസമായിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് സംഭവം ചോദിച്ചപ്പോൾ അവള് പറഞ്ഞു, മീൻ ഇന്നലെ കിട്ടി, ഞങ്ങളുടെ കടം വീടി, 6 മാസം പെട്രോൾ പമ്പില് ഡീസൽ അടിച്ച പൈസ കൊടുക്കാൻ പറ്റി, മാത്രമല്ല പണിക്കാരെ കാശ് കൊടുക്കാൻ പറ്റി. അങ്ങനെ വലിയൊരു അനുഭവം നടന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ അന്ന് പള്ളി നിറച്ച ആളുകളുണ്ട്, ഒക്കെ പാവപ്പെട്ട മനുഷ്യരാണ്. അവിടെ മുന്നില് ഇവളെ കൊണ്ട് ഈ സാക്ഷ്യം പറയിപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, ദശാംശം കൊടുക്കാൻ നമ്മൾ നല്ല മനസ്സോടെ തീരുമാനിച്ച് നമ്മൾ കൊടുക്കാൻ തുടങ്ങിയ അത് കൃത്യമായിരിക്കണം. നമ്മള് ഒരു അധ്യാപകനാണെന്ന് വിചാരിക്കുക. അധ്യാപകന് 60,000 രൂപ ശമ്പളം ഉണ്ടെന്ന് വിചാരിക്കുക, മന്ത്ലി സാലറി. വൗച്ചർ എഴുതുമ്പോൾ 60,000 രൂപ എഴുതും, ഒപ്പിട്ടിട്ട് അവന് 55,000 കൊടുത്താൽ അയാൾ സമ്മതിക്കില്ല.
അത് 60,000 തന്നെ കിട്ടണം. അത് നമുക്കറിയാം. ഇങ്ങോട്ട് കിട്ടേണ്ട കാര്യത്തിന് കൃത്യമായിട്ട് കണക്ക് വെച്ച് കൊടുക്കാൻ ഏതൊരു മനുഷ്യനും അറിയാം. എന്നാൽ കൊടുക്കേണ്ട കാര്യത്തിൽ ആരും കണക്ക് വെക്കാറില്ല. കിട്ടുന്ന സംഖ്യയുടെ 10% നിങ്ങൾ കൃത്യമായിട്ട് മാറ്റിവെച്ച് നിങ്ങൾ അത് പാവപ്പെട്ട മനുഷ്യർക്കോ സുവിശേഷ വേലയ്ക്കൊക്കെ ആയിട്ട് നിങ്ങൾ കൊടുക്കുക. പള്ളിക്കുള്ളത് പള്ളിക്ക് കൊടുക്കുക. എന്നോട് ദശാംശത്തിന്റെ ക്ലാസ് കഴിയുമ്പോൾ എന്നോട് പലരും ചോദിക്കും, അപ്പൊ പള്ളിക്ക് അത് മൊത്തം ഞാൻ പള്ളിക്ക് കൊടുത്തിരുന്നേ, അത് പള്ളിക്ക് കൊടുക്കുന്നത് തെറ്റുണ്ടോ ശരി? ഞാൻ പറയും, നിങ്ങളൊരു പാത്രത്തിലിട്ട് വയ്ക്കുക. നിങ്ങളുടെ വരുമാനത്തിന്റെ 10%, അന്നന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ 10% നിങ്ങളൊരു ചെപ്പിലിട്ട് വയ്ക്കുക. എന്നിട്ട് പള്ളിയിൽ നിന്ന് ഒരു ആവശ്യത്തിന് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങളുടെ പ്രേരണ അനുസരിച്ച്, മനസ്സിന്റെ പ്രേരണ അനുസരിച്ച് 500,000 കൊടുക്കുക. ഒരു പാവപ്പെട്ടവൻ വന്ന് സഹായം ചോദിക്കുകയാണെങ്കിൽ ഈ ചെപ്പിന്നെടുത്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു സംഭാവനക്കാർ വരികയാണെങ്കിൽ ചെപ്പിന്നെടുത്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങളുടെ ദശാംശ ചെപ്പ് ദൈവത്തിനായിട്ട് മാറ്റി വെച്ചിരിക്കുന്നതാണ്. ആ ചെപ്പിൽ നിന്ന് ആർക്ക് വേണമെങ്കിലും സഹായം കൊടുക്കാം. അപ്പൊ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഞാനത് 37 വർഷമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ദശാംശം കൊടുക്കുന്ന വ്യക്തിക്ക് ദശാംശത്തെ കുറിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഞാനത് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആരും എന്നെ പ്രേരിപ്പിച്ചിട്ടില്ല. ഒരു അച്ഛന്മാരെ എന്നെ നിർബന്ധിച്ചിട്ടില്ല. ഒരു ധ്യാന ഗുരുക്കന്മാരെ എന്നെ നിർബന്ധിച്ചിട്ടില്ല. എന്നെ നിർബന്ധിച്ചത് എൻ്റെ ഉള്ളിൽ വന്ന പരിശുദ്ധാത്മാവാണ്. ദശാംശം കൊടുക്കുക. ഒരു ഗതികെട്ട മനുഷ്യനായിരുന്നു ഞാൻ. എനിക്കത് പറയാൻ മടിയില്ല. ഒരു ചില്ലി കാശ് പേഴ്സിൽ വെച്ച് നടക്കാൻ യോഗ്യതയില്ല, എനിക്കുണ്ടായിരുന്നില്ല. കിട്ടുന്ന കാശ് 15 ദിവസം കൊണ്ട് എൻ്റെ ജീവിതം കഴിപ്പിന് 15 ദിവസം കടബാധ്യതയാണ് ജീവിക്കണേ. 2 മക്കളും ഭാര്യയുണ്ട് എനിക്ക്. വാടകയ്ക്ക് താമസിക്കുകയാണ്. ആ വാടക പോലും കൃത്യമായിട്ട് കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിവില്ലാത്തവനായിരുന്നു. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാന് ധ്യാനം കൂടിയ ഒരു തീരുമാനം എടുത്തിട്ട് ഞാന് ഈ നമ്മുടെ വാട്ടർ ടാങ്ക് ഉണ്ടല്ലോ, വീടിന്റെ മുകളിൽ വെക്കുന്ന വാട്ടർ ടാങ്ക്, അതിന്റെ കുഞ്ഞ് പതിപ്പ് ചെറിയൊരു സാധനമുണ്ട്, കാശ് കൊടുക്ക പോലെ. അങ്ങനത്തെ ഒരു 10 രൂപയ്ക്ക് ഞാനത് തൃശ്ശൂരിൽ നിന്ന് വാങ്ങിച്ച്, കടയിൽ നിന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കാൻ മാർഗമില്ല. അപ്പൊ എന്റെ ഭാര്യ ചോദിക്കും, എന്തിനാ ഈ വാട്ടർ ടാങ്കിന്റെ ചെറുത് കൊണ്ടുവന്ന് പറഞ്ഞാൽ, വാട്ടർ ടാങ്ക് ഒക്കെ വലുതല്ലേ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് വാട്ടർ ടാങ്ക് അല്ലത്, ഇത് കാശ് കുടിക്കുകയാണ്. നമ്മൾ മലയാളത്തിലൂടെ കാശ് കൊടുക്കാന്ന് പറയും. അതെന്തിനാത്? ഇത് ദശാംശം ഇട്ട് വയ്ക്കാനാണ്. അപ്പൊ അവളൊരു ചിരിയാണ്. കഞ്ഞി കുടിക്കാൻ മാർഗമില്ല, മക്കളെ പഠിപ്പിക്കാൻ മാർഗമില്ല, 200 രൂപ വാടക കൊടുക്കാൻ മാർഗമില്ലാത്ത ഒരാള് ദശാംശം കൊടുക്കാനായിട്ട് ചെപ്പ് മേടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞേ, നമ്മുടെ തൃശ്ശൂര് ഭാഷയിൽ പറയുന്നൊരു വാക്കുണ്ട്, കിട്ടുമ്പത്തീനിന്ന്. കിട്ടുമ്പോ തിന്നണ ഒരാൾ, അതിനാണ് കിട്ടുമ്പത്തീനി. ഉറുമ്പത്തീനി അല്ല, കിട്ടുമ്പത്തീനി. അപ്പോ ഞാൻ അതിന്റെ ഭാര്യയോട് പറയാണ്, ഡേ ഇത് ചെപ്പ് നീണ്ട അലമാരിയിൽ വെക്ക്. നമുക്ക് ദൈവം 100 രൂപ തരുമ്പോ അതിൽ നിന്ന് 10 രൂപ ഇട്ട് വെക്ക്. എന്നിട്ട് അത് 50 100 ആകുമ്പോ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, കിട്ടുമ്പോ കൊടുത്താൽ പോരെ. കിട്ടുമ്പോ കൊടുത്താൽ മതി. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ കയ്യിൽ ദൈവം തരുമ്പോൾ കർത്താവ് ദാനമായിട്ട്, പെൻഷനായിട്ടോ, അല്ലെങ്കിൽ ബന്ധുക്കൾ വന്നിട്ടോ, അല്ലെങ്കിൽ വീട്ടിലെ പച്ചക്കറിയുടെ സാധനങ്ങൾ വിറ്റിട്ടോ, തേങ്ങ വിറ്റിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഒരു പറമ്പ് വിൽക്കായാലും എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ വരുമാനം കിട്ടുമ്പോൾ, വാടക കിട്ടുമ്പോൾ, ബിസിനസ് ചെയ്യുമ്പോൾ അതിന്റെ കിട്ടിയതിൽ നിന്ന് 10% കൃത്യമായിട്ട് കണക്ക് വെച്ച് നിങ്ങൾ മാറ്റിവെക്കും. അങ്ങനെ നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ അത് അർഹതപ്പെട്ട വ്യക്തികളുടെ കൈകളിൽ എത്തണം. അത് എടുത്തു വെച്ചിട്ട് ചെപ്പിൽ വെച്ചിട്ട് പിന്നെ അതിന് മീൻ മേടിക്കാനും ഇറച്ചി മേടിക്കാനും പലർക്ക് മേടിക്കാനും എടുക്കാൻ പാടില്ല. ആ മാറ്റിവെക്കുന്ന ദശാംശം കൃത്യമായിട്ട് അർഹതയുള്ള, അത് നിങ്ങളുടെ സ്വന്തക്കാരുണ്ടാവാം, ബന്ധുമിത്രാദികളുണ്ടാവും, ഇടവകയിലുള്ള ആൾക്കാരുണ്ടാവും, പള്ളിയുടെ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവാം, മക്കളെ പഠനത്തിന് പ്രായമായ അമ്മമാര് അപ്പന്മാരൊക്കെയുള്ള വീടുകളുണ്ടാവും. അവരെ ആവശ്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ആർക്കെങ്കിലും കൊടുക്കാം. ജാതി മതം നോക്കേണ്ട കാര്യമില്ല. നിന്റെ മുന്നിൽ കൈ നീട്ടുന്ന അർഹതപ്പെട്ട വ്യക്തികൾക്ക് നീ അത് കൊടുക്കണം. അത് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. അപ്പൊ അങ്ങനെ മാറ്റിവെച്ച് കൊടുക്കാൻ തയ്യാറായപ്പോൾ ആരും എന്നെ പഠിപ്പിച്ചതല്ല കേട്ടോ. ഒരാളും എന്നെ ഈ വിഷയം പഠിപ്പിച്ചിട്ടില്ല. എനിക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചതാണ്. ഈശോ പറയുന്നുണ്ടല്ലോ, എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും. ഹല്ലേലൂയ, ദൈവമേ നന്ദി. അപ്പോ ഈ ദശാംശം കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനമെടുത്തു. ഭാര്യയുടെ അലമാരിൽ ചെപ്പ് വെച്ചു. പക്ഷെ 3-4 മാസം കഴിയുമ്പോഴേക്കും എനിക്ക് സ്വന്തമായിട്ട് ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. സ്വന്തമായിട്ട് എനിക്കൊരു ഫർണിച്ചർ കട തുടങ്ങാൻ പറ്റി. അപ്പൊ ഞാൻ ഫർണിച്ചർ കട തുടങ്ങാനായിട്ട് എൻ്റെ കയ്യിൽ നയ പൈസ ഇറക്കാൻ പറ്റിയിട്ടില്ല. 1 രൂപ പോലും എൻ്റെ കയ്യിലില്ല. പക്ഷെ എനിക്ക് ദൈവം അതിനുള്ള എല്ലാ വഴികളും എനിക്ക് ഒരുക്കുന്നു. അങ്ങനെ ഞാൻ ഫർണിച്ചർ കട തുടങ്ങിയപ്പോൾ
ഞാൻ സോഫ സെറ്റ്, നല്ല കാറ്റലോഗിലത്തെ സോഫ സെറ്റ്, ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ഡിപ്ലോമ പഠിച്ചിട്ടുള്ള ആളാണ്. 10ാം ക്ലാസ് വരെ പഠിച്ചുള്ളെങ്കിലും അങ്ങനെ ടൈപ്പ് റൈറ്റ് കയറി ഷോർട്ട് ആൻഡ് ലോവർ ഇന്റീരിയർ ഡിസൈനിങ് ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫർണിച്ചർ വരയ്ക്കും, അതിന്റെ വില പറയാൻ പറ്റും, കുറെ വർഷത്തെ പരിചയമുണ്ട്. അങ്ങനെ ഒരാള് നമ്മുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അയാളുടെ സംസാരത്തിൽ നിന്ന് ഞാൻ അതൊക്കെ നോട്ട് ചെയ്ത് വരച്ച് ഒരു മോഡൽ വരച്ച് കാട്ടിക്കൊടുക്കും. അതിന്റെ ഒറിജിനൽ പിന്നീട് ഞാൻ വരയ്ക്കും. അങ്ങനെ വരച്ച് റേറ്റ് ഒക്കെ പറഞ്ഞ് ഓർഡർ എടുക്കും. അപ്പൊ അങ്ങനെയാണ് ആ ബിസിനസ് നടന്നത്. അപ്പൊ ഒരു സെറ്റൊക്കെ വിറ്റ് കഴിഞ്ഞാൽ 10,000-3000 റുപ്യ 4,000 രൂപയ്ക്ക് ചിലപ്പോൾ ലാഭം കിട്ടും. ആ ലാഭം കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ 10 അല്ല 10-15 ഒക്കെ ഞാൻ യോഗ്യത നോക്കിയിട്ട് ചെപ്പിലിട്ട് പോയി. അതിൽ നിന്നാണ് എൻ്റെ കടയിൽ സഹായം ചോദിച്ചു വരുന്നവര്, മരുന്ന് മേടിക്കാൻ വരുന്നവര്, അന്ന് പാവപ്പെട്ടവർക്ക് അരി, റേഷൻ കടയിൽ അരി പറഞ്ഞേൽപ്പിക്കുക, മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് പറഞ്ഞേൽപ്പിക്കുക, അവർ കൊണ്ടുവരുന്ന തുണ്ടിൽ എഴുതി കൊടുക്കും മെഡിക്കൽ ഷോപ്പിലേക്ക്, അല്ലെങ്കിൽ റേഷൻ കടയിൽ പറഞ്ഞേൽപ്പിക്കും, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചു ഞാൻ വൈകുന്നേരം പൈസ തരാം. അങ്ങനെ നമ്മുടെ കടയിൽ ഒരു സ്ഥാപനമായിട്ട് ഇരിക്കുമ്പോൾ പലരും വരുമല്ലോ, അങ്ങനെ വന്ന് സഹായം ചോദിക്കുന്നവർക്ക് എൻ്റെ ദശാംശത്തിൽ നിന്നാണ് ഞാൻ എടുത്തു കൊടുക്കുക. എൻ്റെ പ്രിയപ്പെട്ടവര്, എൻ്റെ മകൻ അന്ന് സ്കൂളിൽ പഠിക്കുകയാണ്. അപ്പൊ ഞാൻ എൻ്റെ മകനോട് പറഞ്ഞേ, അവന് ചെറുപ്പം തൊട്ട് തന്നെ ഒരു ചെറിയൊരു പ്രാർത്ഥനാനുഭവത്തിലേക്ക് വന്നിട്ടുള്ള ഒരു കുട്ടിയാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോയ കാര്യങ്ങൾ എൻ്റെ മകൻ അത് എടുത്തു പറഞ്ഞ് ഞങ്ങളോട് പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ അവൻ പ്രാർത്ഥിക്കും. അങ്ങനെയായിരുന്നു അവൻ്റെ ചെറുപ്പത്തിൽ. ഇപ്പോഴും ആളങ്ങനെ സുവിശേഷം പറയുന്ന ആളാണ്. ഇപ്പം മസ്കറ്റിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുവരെ എൻ്റെ ധ്യാനമുള്ള സമയത്ത് എൻ്റെ ധ്യാനത്തിന് പാടാൻ വരും. പാടാൻ കഴിവുള്ള ആളാണ്, വചനം പ്രഘോഷിക്കാൻ കഴിവുള്ള ആളാണ്. അപ്പോൾ ക്ലാസ്സുകൾ എടുക്കും, ആരാധന നടത്തും, പാടും. അങ്ങനെ എൻ്റെ മകനും എൻ്റെ കൂടെ ശുശ്രൂഷയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസമായിട്ട് മസ്കറ്റിൽ ജോലി കിട്ടി, അങ്ങനെ പോയിരിക്കുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ദശാംശം നമ്മൾ കൊടുക്കാൻ തയ്യാറായാൽ കർത്താവ് പറയുന്ന ഒരു വചനം കൂടി ഞാൻ വായിക്കാം. പ്രഭാഷകന്റെ പുസ്തകത്തിലെ 35-ാമത്തെ അധ്യായം 9 മുതൽ 11 വരെയുള്ള തിരുവചനം. നമുക്ക് സമ്പത്തുണ്ടാകാൻ വേറെ നമ്മൾ ഒരു തെറ്റായ മാർഗത്തിലേക്കും പോകണ്ട. കർത്താവ് പറയണം, കാഴ്ച സമർപ്പിക്കുമ്പോൾ സമർപ്പിക്കുന്നവന്റെ മുഖം വാടരുത്. സന്തോഷത്തോടെ ദശാംശം കൊടുക്കുക. എങ്ങനെയാണ് കൊടുക്കേണ്ടത്? സന്തോഷത്തോടെ വേണം ദശാംശം കൊടുക്കുക. ദൈവം നൽകിയതുപോലെ ദൈവത്തിന് തിരികെ കൊടുക്കുക. ദൈവം നിനക്ക് എത്രമാത്രം തന്നിട്ടുണ്ടോ അതിന്റെ തോതനുസരിച്ച് നീ ദൈവത്തിന് തിരികെ കൊടുക്കുക. നിന്റെ കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക. കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ്. ദൈവം കൊടുക്കുന്നതിന്റെ 7 ഇരട്ടിയായി തിരികെ തരും. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇത് ധ്യാനഗുരുക്കന്മാര് പറഞ്ഞതല്ല, നമ്മുടെ വികാരിച്ചന്മാര് പറഞ്ഞതല്ല, മെത്രാനിച്ചൻ പറഞ്ഞതല്ല, മാർപ്പാപ്പ പറഞ്ഞതല്ല, ഈശോ പറഞ്ഞതാണ്. അപ്പൊ ഈശോ പറഞ്ഞതൊക്കെ നിറവേറും എന്ന് നമ്മൾ വിശ്വസിക്കണം. ഈശോ പറഞ്ഞ എല്ലാ വചനവും നിറവേറിയിരിക്കും. അപ്പൊ ഇത് കൊടുക്കാൻ നമ്മൾ തയ്യാറായാൽ കൊടുക്കുന്നതിന്റെ 7 ഇരട്ടിയായി കർത്താവ് തിരികെ തരും. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഈ ഫർണിച്ചർ കട തുടങ്ങിയപ്പോഴാണ് എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറിയത്. കടബാധ്യത മാറി. ഒരു 15 സെന്റ് സ്ഥലം വാങ്ങിച്ചു, ഒരു വീട് വെച്ചു. അങ്ങനെ മക്കളെ പഠിപ്പിച്ചു, മകളെ കല്യാണം കഴിച്ചയപ്പിച്ചു, മകനെ പഠിപ്പിച്ചു, മകനെ വിദേശത്ത് പറഞ്ഞയക്കാൻ സാധിച്ചു. അതൊക്കെ ഈ ദശാംശം കൊടുക്കുന്നതുകൊണ്ടാണ് പയ്യെ 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 നമ്മളെ തമ്പുരാൻ ഉയർത്തിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ ഇവിടെ ഒരു ധ്യാനത്തില്, കറുകുറ്റിയിൽ നടന്ന ഒരു ധ്യാനത്തില്, നസ്രത്ത് എന്ന് പറയും, സിസ്റ്റേഴ്സ് നടത്തുന്ന ധ്യാനകേന്ദ്രമാണ്. അവിടെ 4-5 വർഷം ഞാൻ ദശാംശത്തെ കുറിച്ച് അവിടെ ക്ലാസ് എടുക്കാനായിട്ട് മാസത്തിൽ 2 തവണ ഞാൻ പോകാറുണ്ട്. അതില് വചനം പങ്കുവെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് എന്നോട് ചോദിച്ചു, ജോസ് ബ്രദറെ, നമ്മുടെ ഈശോ ഏത് സ്കൂളിലാണ് പഠിച്ചത്? ഞാൻ വിട്ടില്ലേ. കർത്താവ് പഠിച്ച സ്കൂളൊന്നും ബൈബിളിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ഞാനിങ്ങനെ ചിന്തിച്ചു, സെന്റ് മേരീസ് സ്കൂളും സെന്റ് ജോസഫ് സ്കൂളും ആയിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചു. എന്താ കാരണം? അപ്പന്റെ അമ്മയുടെയും കൂടെയാണ് ഈശോ വളർന്നത്. അവൻ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തെയും മനുഷ്യരെയും മാതാപിതാക്കന്മാർക്കും വിധേയപ്പെട്ട് ജീവിച്ചു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോ അപ്പനും അമ്മയിൽ നിന്നാണ് ഈശോ ഈ ഭൂമിയിൽ വന്നിട്ട്, ഈശോയെ പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അവരുടെ കൂടെ വളർന്നുകൊണ്ട് അവരുടെ കുറെ വാക്കും പ്രവൃത്തികളൊക്കെ യേശുവിനെ സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞു, സെന്റ് ജോസഫ് സ്കൂളും സെന്റ് മേരീസ് സ്കൂളും ആവാനാണ് സാധ്യത എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സ്കൂളിന്റെ പേര് ബൈബിളിലില്ല. അപ്പൊ ഈശോ പഠിച്ചിട്ടില്ല എന്നാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളാരാ? ഞാനൊരു അധ്യാപികയാണ്. ഇപ്പൊ ഞാൻ റിട്ടയറായി. എൻ്റെ വീട് ചേറൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ചേറൂര്
ജോസ് ബ്രദറിന്റെ ധ്യാനം വർഷങ്ങൾക്ക് മുമ്പ് പള്ളിയിൽ വന്നപ്പോൾ ഈ ദശാംശത്തെ കുറിച്ച് ഞാൻ ആ ക്ലാസ് കേട്ടിരുന്നു. അന്നു മുതൽ കൃത്യമായിട്ട് ഞാൻ എൻ്റെ വരുമാനത്തിന്റെ 10% ദശാംശം കൊടുക്കുന്ന വ്യക്തിയാണ്. അപ്പൊ എനിക്ക് കുറച്ച് കാശിന്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാനൊരു സ്ഥലം വാങ്ങിച്ചു. എവിടെയാണെന്ന് എനിക്കറിയില്ല, സ്ഥലം വാങ്ങിച്ചു. എന്നിട്ട് ആള് പറയാ കർത്താവിന് കണക്ക് കൂട്ടാൻ അറിയില്ല. പഠിക്കാത്ത ആൾക്ക് കണക്ക് കൂട്ടാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മള് ഈശോ കൃത്യമായിട്ട് ഇതിൽ പറയേണ്ടത് 10%, ദശാംശം എന്ന് പറയുന്നത് 10%. അങ്ങനെ കൊടുക്കാനാണ് പറയണത്. പക്ഷെ ഈശോയ്ക്ക് കണക്കറിയില്ല. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് നമ്മൾ തൂക്കം നോക്കിയിട്ടൊന്നുമല്ലല്ലോ, അവരെങ്ങനെയും കഴിച്ചു കണ്ടാൽ മതി എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ മക്കൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് പോലെ ഈശോ പറയാണ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്ര അധികമായിട്ടാണ് നന്മകൾ നൽകാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ ഈ ടീച്ചർ എന്നോട് പറയണേ ഈശോയ്ക്ക് കണക്കൂട്ടാൻ അറിയില്ലല്ലോ. അപ്പൊ ഇതിൽ എഴുതിയിട്ടുള്ള തെറ്റാണ്. അതായത് കൊടുക്കുന്നതിന്റെ 7 ഇരട്ടി തരാന്നല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ടീച്ചർ പറയണ ഞാനൊരു സ്ഥലം വാങ്ങിച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം ഞാൻ അത് വിറ്റത് 70 ഇരട്ടിക്കാണ്. 7 ഇരട്ടിന്നാണ് തരാന്ന് പറഞ്ഞോണ്ടേ. പക്ഷെ എനിക്ക് കർത്താവ് തന്നത് 70 ഇരട്ടിയാണ്. ഞാൻ വാങ്ങിച്ചതിന്റെ 70 ഇരട്ടി കൂടുതലാണ് എനിക്ക് തന്നെന്നുള്ളത് ആ ധ്യാന കേന്ദ്രത്തിൽ വെച്ച് ആ ജനങ്ങളുടെ മുമ്പിൽ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ടീച്ചർ എഴുന്നേറ്റ് എന്ന് പറഞ്ഞൊരു സത്യമാണ്. അപ്പൊ കർത്താവ് തരാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ 10% ഇതിൽ പറഞ്ഞാലും കൊടുക്കുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ വാരിക്കോരി തരാൻ തയ്യാറുള്ളവനാണ് നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ. ഇപ്പൊ ഇവിടെ നേരത്തെ മീനിന്റെ കാര്യം പറഞ്ഞു. 500 രൂപയാണ് കൊടുത്തത്. കിട്ടണമെങ്കിൽ 3500 രൂപയാണ് ആ ചേച്ചിക്ക് കിട്ടുന്നത്. പക്ഷെ 1,42,000 രൂപയുടെ മീനാണ്. അപ്പൊ കർത്താവിന് കണക്കൊന്നും അറിയില്ല, വാരിക്കോരിട്ടാണ് കർത്താവ് കൊടുക്കണേ. അങ്ങനെ നമ്മൾ പടിപടിയായിട്ട് നമുക്ക് ഉയരാൻ സാധിക്കും. നമ്മുടെ കച്ചവടമായാലും നമ്മുടെ ജോലിയായാലും കൃഷിയായാലും വരുമാന മാർഗം എന്ത് തന്നെയായാലും നമ്മൾ കൃത്യമായിട്ട് ദശാംശം മാറ്റിവെച്ച് കൊടുക്കാൻ തയ്യാറായാൽ ഒത്തിരി അത്ഭുതങ്ങൾ ആ കൊടുക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ കർത്താവ് നിറവേറ്റി തരും. സംശയിക്കേണ്ട, ഇത് വിശ്വസിച്ചോ. ഇത് ജീവിത അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ്. ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, ഈ വചനം ശ്രവിച്ച ഈ മക്കളെ നിന്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കാം. ഒത്തിരി പേര് ഭൂമി വിൽക്കാനും അതുപോലെ ജോലി കിട്ടാനും വിവാഹം കഴിയാനും മക്കളില്ലാതെയും ഒക്കെ വിഷമിക്കുന്ന അനേക മക്കളുണ്ട്. വാടക കൊടുക്കാൻ മാർഗമില്ലാതെ, വരുമാന മാർഗങ്ങളില്ലാതെ കർത്താവിൽ കഴിയുന്ന അനേക മക്കളുണ്ട്. അവരുടെ എല്ലാവർക്കും കൃത്യമായിട്ട് അവർക്ക് കിട്ടുന്നതിന്റെ 10% കൃത്യമായിട്ട് മാറ്റിവെച്ച് കർത്താവിന്റെ കൽപ്പന പാലിച്ച് ജീവിക്കുന്നവരെയാണ് ഈശോ സ്നേഹിക്കുന്നതെന്ന് പഠിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കൃത്യമായിട്ട് മാറ്റിവെച്ച് അത് അർഹതപ്പെട്ട വ്യക്തികൾക്ക് കൊടുക്കാനും അതിലൂടെ ആ വ്യക്തിക്ക് നിരവധി അനുഗ്രഹങ്ങൾ കർത്താവ് സ്വർഗം തുറന്ന് അനുഗ്രഹം വർഷിക്കുമോ ഇല്ലയോ എന്ന് ദശാംശം കൊടുത്തുകൊണ്ട് നിങ്ങൾ പരീക്ഷിക്കുവാനായിട്ട് ദൈവം നമ്മോട് പറയുന്നുണ്ട്. ദൈവമേ, ഈ വചനം ശ്രവിച്ച എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ താമസിച്ചുള്ള ധ്യാനം പഴയന്നൂര് കല്ലംകുളം എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വടക്കേശാനിൽ നിന്ന് ബസ് പുറപ്പെട്ടാൽ, ഈ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ് പുറപ്പെട്ടാൽ വടക്കാഞ്ചേരി, ചേലക്കര, പഴയന്നൂർ ബസ്സിൽ കയറി കല്ലംകുളം സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഞങ്ങളുടെ ഒരു ചെറിയ ധ്യാന കേന്ദ്രം ഉണ്ട്. ഞങ്ങളുടെ അല്ല, നോർബർട്ട് സഭക്കാരുടെയാണ്. ഞങ്ങളവിടെ വാടകയ്ക്ക് എടുത്ത് ധ്യാനം നടത്തുകയാണ്. ഇപ്പൊ കഴിഞ്ഞ സെപ്റ്റംബർ മുതൽ സൗജന്യമായിട്ടാണ് ധ്യാനം നടത്തുന്നത്. വരുന്ന വ്യക്തികൾക്ക് ഭക്ഷണം താമസം ഫ്രീ ആണ്. ഞങ്ങൾക്ക് അവിടെ വാടക കൊടുക്കണം, ഭക്ഷണം പാകം ചെയ്യുന്ന ആൾക്ക് പൈസ കൊടുക്കണം, വരുന്ന പാട്ടുകാരന് പൈസ കൊടുക്കണം, എല്ലാവരും പൈസയിലുമുണ്ട്. പക്ഷെ ദൈവത്തിന്റെ കൃപ കൊണ്ട് ഈ സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഇനിയിപ്പോൾ ഫെബ്രുവരി വരെയുള്ള ധ്യാനം സ്പോൺസർ ചെയ്യാനായിട്ട് ഒത്തിരി പേര് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുവരെ നടത്തിയ ധ്യാനങ്ങളൊക്കെ മറ്റുള്ള വ്യക്തികൾ, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് അവർ തരുന്ന പണം കൊണ്ടാണ് നമ്മൾ ധ്യാനം നടത്തുന്നത്. നിങ്ങൾക്കും താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ നിയോഗങ്ങൾ നിറവേറണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, എത്രയോ പൈസ നമ്മൾ അനാവശ്യ ചെലവുകൾക്കൊക്കെ പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ സുവിശേഷ വേലയ്ക്കായിട്ട് നിങ്ങൾക്ക് ഒരു മാസത്തെ ധ്യാനം വേണമെങ്കിൽ സ്പോൺസർ ചെയ്യാം. അതിന്റെ അനുഗ്രഹം നിങ്ങളുടെ കുടുംബത്തിനുണ്ടാവും. ദശാംശം കൊടുക്കുക പാപങ്ങൾക്ക് പരിഹാരമാണ്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ധ്യാനം സ്പോൺസർ ചെയ്യാം. വന്ന് കൂടാൻ പറ്റുന്നവർക്ക് 2 ദിവസത്തെ ധ്യാനമാണ്. എല്ലാ മാസം 3-ാമത്തെ വെള്ളിയാഴ്ച 5 മണിക്ക് തുടങ്ങി ഞായറാഴ്ച 4 മണിക്ക് തീരും. അതിൽ 10-14 ക്ലാസ്സുകളുണ്ട്. ആരാധന, കുമ്പസാരം, കൗൺസിലിംഗ്, കുർബാന, എല്ലാ ശുശ്രൂഷകളുണ്ട്. വിടുതൽ ശുശ്രൂഷകൾ. ഞങ്ങൾക്ക് 2 അച്ഛന്മാരുണ്ട്. ഒന്ന് ഫ്രാൻസിസ് തലക്കോട്ടൂർ എന്ന് പറഞ്ഞ അച്ഛൻ,
ഒരു ഇടവക വികാരി അച്ഛനാണ്. രണ്ടാമത്തെ അച്ഛൻ ജോർജ് നേരെപ്പറമ്പിൽ അച്ഛൻ, അതൊരു CMI ഫാദറാണ്. ഈ രണ്ട് അച്ഛന്മാരുടെ നേതൃത്വത്തിലാണ് അവിടെ ശുശ്രൂഷകൾ നടക്കുന്നത്. സാധിക്കാവുന്നവർക്ക് പങ്കെടുക്കാം, അനുഗ്രഹം പ്രാപിക്കാം. ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. സാധിക്കുന്നവരെ ഈ ജെയിനിഷ് മീഡിയനെ സഹായിക്കണം എന്നൊരു അപേക്ഷ എനിക്കുണ്ട്. കാരണം ഇവരാണ് ഇതൊക്കെ ടെലികാസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ 2-4 ജോലിക്കാരുണ്ട്, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവരുണ്ട്, ഇവർക്ക് വണ്ടി ഓടുന്നുണ്ട്, ക്യാമറയും പല പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാധിക്കാവുന്ന ആൾക്കാർ ജെയിനിഷ് മീഡിയയ്ക്ക് നിങ്ങളുടെ കഴിവിനനുസരിച്ച് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് ഒരു അപേക്ഷ കൂടി നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.